നമസ്കാരം. ഇന്ത്യക്കാരിൽ പലരും എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്, എന്തുകൊണ്ടാണ് ഇന്ത്യ അമേരിക്കയിൽ നിന്നും 114 ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാൻ തയ്യാറാകാത്തത് എന്ന്. എല്ലാവർക്കും കൃത്യമായി അറിയാം, അമേരിക്കൻ കമ്പനികളാണ് ലോകത്തിൽ ഏറ്റവും നല്ല ഫൈറ്റർ പ്ലെയിനുകൾ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ട് പല ലോകരാജ്യങ്ങളിലും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അമേരിക്കയുടെ F-35, F-22, F-21 അതുപോലെ F-15 ഫൈറ്റർ പ്ലെയിനുകളെ വെല്ലാൻ ലോകത്തിലെ ഒരു രാജ്യങ്ങൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ അമേരിക്കയിൽ നിന്നും അവരുടെ മുഖ്യ ശ്രേണിയിലുള്ള ഫൈറ്റർ പ്ലെയിനുകൾ വാങ്ങാതിരിക്കാനുള്ള പ്രധാന കാരണം അമേരിക്കയുടെ അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്കെതിരെയുള്ള നയം തന്നെയാണ്. അമേരിക്ക ഇന്ത്യക്ക് അവരുടെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫൈറ്റർ പ്ലെയിനുകൾ സപ്ലൈ ചെയ്താൽ പോലും അവരുടെ അപ്പോഴുള്ള ദേശീയ താൽപ്പര്യം അനുസരിച്ച് ചിലപ്പോൾ അവർ ഇന്ത്യക്ക് ഈ ഫൈറ്റർ പ്ലെയിനുകൾക്ക് ആവശ്യമായ സ്പെയർ പാർട്സുകൾ നൽകാതിരിക്കാനോ അതുപോലെ മെയിൻ്റനൻസ് ചെയ്യാതിരിക്കാനോ ഉള്ള ചാൻസ് ഉണ്ട്. അമേരിക്കയുടെ ഈ നയമാറ്റം 1971 ഇൻഡോ പാക് യുദ്ധത്തിനിടയിലും അതുപോലെ ഇന്ത്യ പൊക്രാനിൽ അണുബോംബ് വിസ്ഫോടനം നടത്തിയ സമയങ്ങളിലും ഇന്ത്യ അത് കൃത്യമായി കണ്ടതാണ്. അമേരിക്ക അവർക്ക് തോന്നും പോലെ ഇന്ത്യക്കെതിരെ പല സമയത്തും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതിൻ്റെ മുഖ്യ കാരണമാണ് ഇന്ത്യയുടെ തേജസ് ഫൈറ്റർ ജെറ്റിൻ്റെ നിർമ്മാണ പൂർത്തീകരണം വൈകിയതിനുള്ള പ്രധാന കാരണം. 1993 അമേരിക്ക ഇന്ത്യയുടെ ISROക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് കാരണമാണ് ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും ക്രയോജനിക് എഞ്ചിനുകൾ വാങ്ങുവാൻ സാധിക്കാതിരുന്നത്. ഇന്ത്യ ബഹിരാകാശ രംഗത്ത് വളരാൻ പാടില്ല എന്ന ഗൂഢോദ്ദേശത്തോടു കൂടിയാണ് അമേരിക്ക അന്ന് ISROക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത്. അങ്ങനെയുള്ള അമേരിക്കയിൽ നിന്നും 114 ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യ വാങ്ങിയാൽ പാകിസ്ഥാനെതിരെയോ അതല്ല ചൈനയ്ക്കെതിരെയോ ഇന്ത്യ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ആ സമയത്ത് അമേരിക്ക ഇന്ത്യയെ ചതിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ അമേരിക്കയിൽ നിന്നും ഫൈറ്റർ പ്ലെയിനുകൾ വാങ്ങുവാൻ ഇതുവരെ മടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്.